ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതിനപ്പോൾ നല്ല ചൂവിയായിട്ടുള്ള ഫഡ്ജി ബ്രൗണി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് ഒരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ അൺസോൾട്ടഡ് ബട്ടർ ഒരു 40 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലോ അല്ലെങ്കിൽ ഓവനിലോ വെച്ച് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മെൽറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി അതവിടെ ഇരുന്ന് ചൂടാറട്ടെ കേട്ടോ. ആ ടൈം കൊണ്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഡാർക്ക് കൊക്കോ ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതും കൂടി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണേ. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിനിവിടെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ലേ. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വിസ്ക് വെച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കൊക്കോ പൗഡറും മൈദയും കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യാനാണ്. അതിന് ശേഷം ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ സ്ക്വയർ ടിൻ എടുത്തിട്ടുണ്ട്. അതിൽ നമുക്കൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ഞാനിവിടെ ബാച്ച്മെൻറ്റ് പേപ്പർ വിരിച്ച് വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതില്ലെങ്കിൽ ബട്ടർ പേപ്പർ വിരിച്ചാലും മതി. പിന്നെ ഇത് ഞാനിവിടെ 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. കാരണം ചെറിയ എഗ്ഗ് ആയതുകൊണ്ടാണ്. നിങ്ങളുടെ അടുത്ത് വലിയ എഗ്ഗാണെങ്കിൽ ഒരെണ്ണം എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് 2 എഗ്ഗും പൊട്ടിച്ചൊഴിച്ചിട്ട് ഒരു പിഞ്ച് സോൾട്ടും കൂടി ഇട്ട് കൊടുക്കണേ. അത് ആ എഗ്ഗിൻ്റെ മണം ഇല്ലാതിരിക്കാനായിട്ടാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ വാനില എസൻസ് 1 ടീസ്പൂൺ ഒഴിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ മിസ്സായിട്ടുണ്ട് കേട്ടോ. പിന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നമ്മൾ മൈദ എടുത്തതിൻ്റെ പാതി ഹാഫ് പോർഷനിൽ പഞ്ചസാര പൗഡർഡ് ഷുഗറാണ് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നന്നായി നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് ഇങ്ങനെ നമുക്ക് മുട്ട ഒരു ഓഫ് വൈറ്റ് കളറിലാവണം. നിങ്ങൾക്ക് അങ്ങനെ നോക്കാൻ അറിയില്ലെങ്കിൽ നമ്മൾ ആ മുട്ടൻ്റെ ബാറ്റർ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ ഒട്ടും തന്നെ തരിയില്ലാതിരിക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ചായി ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ഒന്ന് ഇട്ട് മിക്സ് ചെയ്യാം. അതിന് മുന്നായിട്ട് ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ഇടുന്നതിന് മുന്നായിട്ട് ചോക്ലേറ്റ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ്. പക്ഷേ ഞാനിതിങ്ങനെ ഇട്ടതുകൊണ്ട് എനിക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് വന്ന്, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് എഗ്ഗിലേക്ക് ചോക്ലേറ്റ് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ഇട്ട് മിക്സ് ചെയ്യാം കേട്ടോ. എനിക്കിതുകൊണ്ടൊരു പ്രോബ്ലം ഒന്നും വന്നിട്ടില്ല. എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ നിൽക്കരുതേ. അപ്പോൾ നന്നായി കട്ട് ആൻഡ് ഫോൾഡിലായിരിക്കണം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാൻ കേട്ടോ. ഓവർ മിക്സ് ആക്കരുത്, സ്പീഡിൽ മിക്സ് ആക്കരുത് കേട്ടോ. ചെറിയ മിസ്റ്റേക്കുകൾ കൊണ്ട് ബ്രൗൺ ഫ്ലോപ്പ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റും എഗ്ഗ് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചോക്ലേറ്റ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞ മാതിരി നിങ്ങൾ ചോക്ലേറ്റ് ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി ഒഴിച്ച് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലായിരിക്കണം കേട്ടോ മിക്സ് ചെയ്യാൻ. ഇനി നമുക്ക് ഈ ബാറ്റർ നമുക്ക് ബട്ടർ പേപ്പർ വിരിച്ചതിലേക്ക് ഒന്ന് ഒഴിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ലേശം തിക്കായതുകൊണ്ട് എല്ലാ സൈഡും എത്തില്ല കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് ആ സ്പാച്ചില വെച്ച് ഒന്ന് എല്ലാ സൈഡും ഒന്ന് ആക്കി കൊടുക്കണേ. എന്നിട്ട് നമുക്കൊരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കോ വെച്ച് നന്നായി ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം ടാപ്പ് ചെയ്യണേ. അല്ലെങ്കിൽ എയർ ബബിൾസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ടാപ്പ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രിയിൽ 20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ് വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. എനിക്ക് 20 മിനിറ്റിൽ തന്നെ ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ബ്രൗണി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ക്രിങ്കിൾ ടോപ്പായിട്ട് നല്ലൊരു ചുവിയാണ് കേട്ടോ. കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. കണ്ടോ, ഇത് ഒരുപാട് ഹൈറ്റ് വരില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത് ചുവിയും ഭയങ്കര ഫ്ലാറ്റ് ആയിരിക്കും. കഴിക്കാൻ അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ. അതായത് ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഇനി നമുക്കിത് ഏത് സൈസിലാണോ വേണ്ടത് ആ സൈസിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 9 പീസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 12 പീസോ 15 പീസോ നിങ്ങളുടെ ഏത് സൈസിനനുസരിച്ച് നിങ്ങൾക്ക് അങ്ങനെ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 12 പീസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. കണ്ടോ എന്തൊരു ചുവിയാണെന്ന്. കഴിക്കാനും അത്രയ്ക്കും ടേസ്റ്റാണേ. പിന്നെ ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ മിൽക്ക് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതേ ഞാനിപ്പോൾ വൈറ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് കട്ടിയായി തോന്നുകയാണെങ്കിൽ വീണ്ടും ഒന്നാ നമ്മുടെ ചൂടുവെള്ളമില്ലേ, അതായത് പാത്രം, ആ പാത്രത്തിൻ്റെ മേലെ വെച്ച് കൊടുത്ത് ഇത് മെൽറ്റ് ആവും കേട്ടോ. പിന്നെ ഇത് മിൽക്ക് ചോക്ലേറ്റ് ആണേ. അതിനുശേഷം നമുക്ക് ഡാർക്ക് ചോക്ലേറ്റും കൂടി ഒഴിച്ച് കഴിക്കാം. ഇത് ഒഴിച്ച ഉടനെ കഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ കട്ടയാവും. നിങ്ങൾക്ക് ഇത് കട്ടയായ പോലെ തോന്നുകയാണെങ്കിൽ കുറച്ച് നേരം ഓവനിൽ വെച്ചാൽ മതി കേട്ടോ. താങ്ക് യു.